പഠിച്ച കാര്യങ്ങൾ മറന്നു പോവുക എന്നത് ഇന്ന് പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. പഠനത്തെക്കുറിച്ച് പല ആളുകൾക്കും പലതരത്തിലുള്ള ഡൗട്ട്സ് ആണുള്ളത്. പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് എടുത്തെടുത്ത് പഠിക്കണോ, അല്ല രാത്രിയിൽ ഒരുപാട് നേരം ഉറക്കമൊളിച്ച് പഠിക്കണോ, രാത്രിയാണോ പകലാണോ പഠിക്കാൻ വേണ്ടി ഏറ്റവും നല്ലത്, ഇനി പഠനത്തിനായിട്ട് പ്രത്യേകം വല്ല സമയവും ഉണ്ടോ, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ആണ് നിങ്ങൾക്കുള്ളത് അല്ലേ? ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി എങ്ങനെ പഠിക്കണം എന്നതിനെക്കുറിച്ചുള്ള 2 സൂപ്പർ ടെക്നിക്കാണ്. സോ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, അവോയ്ഡ് ഫ്ലുവൻസി ഇല്യൂഷൻ. ഞാനിപ്പോൾ ഒരു സിറ്റുവേഷൻ പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് ചൂസ് ചെയ്യുകയാണ്. എന്നിട്ട് 3 4 പ്രാവശ്യം ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് തോന്നും ഇതെനിക്ക് മനസ്സിലായി, സിമ്പിൾ അല്ലേ എന്നൊക്കെ. എന്നിട്ട് നിങ്ങൾ അടുത്ത ടോപ്പിക്കിന് പോവുകയും ചെയ്യും. പക്ഷേ എക്സാമിന് ഇത് റിലേറ്റഡ് ക്വസ്റ്റ്യൻ വരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റാതെ, അയ്യോ ഞാൻ പഠിച്ചതാണല്ലോ എന്ന് ആലോചിച്ച് കുറേ സമയം കളയും. പക്ഷേ എത്ര ആലോചിച്ചാലും നമുക്കിത് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇതിനെയാണ് ഫ്ലുവൻസി ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പഠിച്ച ടോപ്പിക് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് ഇതെല്ലാം എനിക്ക് മനസ്സിലായി എന്നുള്ളൊരു രീതിയിലുള്ള ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ശരിക്കും പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഡൗട്ടായിരിക്കും അല്ലേ? അതുകൊണ്ട് പഠിക്കാനുള്ള ടോപ്പിക്ക് 1 2 പ്രാവശ്യം വായിക്കുക. അതിനുശേഷം ബുക്ക് അടച്ചു വച്ചിട്ട് സ്വന്തമായി അത് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അതായത് 3 4 പ്രാവശ്യം റീകോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ടോപ്പിക്ക് ശരിക്കും മനസ്സിലായോ എന്ന്. പക്ഷേ ഇത്തരത്തിൽ റീകോൾ ചെയ്യാൻ കുറേ പേർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കുറേ സ്റ്റുഡൻസ് ഇത് സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ബിക്കോസ് വി ആർ സ്മാർട്ട്. നമ്മൾ എല്ലാവരും സ്മാർട്ടായിട്ടുള്ള ആൾക്കാരല്ലേ. നമ്പർ 2, അണ്ടർസ്റ്റാൻഡിങ് സ്പേസിംഗ് എഫക്റ്റ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. നിങ്ങൾ ഒരു ദിവസം 3 കിലോമീറ്റർ നടക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒറ്റ അടിക്ക് 3 കിലോമീറ്റർ നടക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾ പെട്ടെന്ന് ടയേർഡാവും, ശരിയല്ലേ? പക്ഷേ അതിന് പകരം രാവിലെ 1.5 കിലോമീറ്റർ നടക്കുക. അതിനുശേഷം വൈകുന്നേരം 1.5 കിലോമീറ്റർ നടക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ദിവസം നിങ്ങൾ 3 കിലോമീറ്റർ നടക്കുകയും പക്ഷെ പെട്ടെന്ന് ടയേർഡ് ആവുകയുമില്ല. നിങ്ങൾ കൂടുതൽ ഹെൽത്തിയുമായിരിക്കും. അതുപോലെ തന്നെ ഒരു ദിവസം 4 മണിക്കൂർ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന് 1 മണിക്കൂർ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ സ്പേസിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റൈലിൽ നിങ്ങൾ പഠിക്കുകയാണ് എങ്കിൽ സാധാരണ നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവുന്നതിനേക്കാൾ 40 മുതൽ 50% വരെ കൂടുതലായിട്ട് ഓർമ്മയിൽ നിൽക്കുമെന്നത് സയൻറ്റിഫിക്കലി പ്രൂവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പ്രാവശ്യം പഠിച്ചത് മറന്ന് നമ്മൾ തിരിച്ചു വന്ന് ഒന്നുകൂടി കഷ്ടപ്പെട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ആ കാര്യങ്ങൾ ഒന്നുകൂടി നമ്മുടെ മൈൻഡിൽ സ്റ്റിക്കായിട്ട് നിൽക്കും. അതുകൊണ്ട് പഠിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്ത് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. ഈ ഒരു സ്റ്റൈൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ സാധാരണ നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവുന്നതിനേക്കാൾ 40 മുതൽ 50% വരെ കൂടുതലായിട്ട് ഓർമ്മയിൽ നിലനിൽക്കുമെന്നത് സയൻറ്റിഫിക്കലി പ്രൂവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പ്രാവശ്യം പഠിച്ചത് മറന്ന് നമ്മൾ വീണ്ടും തിരിച്ചു വന്ന് ഒന്നുകൂടി കഷ്ടപ്പെട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ആ കാര്യങ്ങൾ ഒന്നുകൂടി നമ്മുടെ മൈൻഡിൽ സ്റ്റിക്കായിട്ട് നിൽക്കും. അതുകൊണ്ട് പഠിക്കുമ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുത്ത് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് പഠിച്ച കുറച്ച് കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടി റീകോൾ ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ നമ്മളുടെ മൈൻഡിൽ സോളിഡായിട്ട് നിലനിൽക്കും.